ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മാറ്റിയേക്കും എന്നുള്ള സൂചന വരുന്നു. പാർട്ടി നിലപാട് മാറ്റുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വിശ്വാസികളുടെ താൽപര്യവും നിയമപരമായ താൽപര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും വ്യക്തമാക്കി. കേൾക്കാം. ഞാനാണോ ഗവൺമെന്റ് അല്ലേ അത് കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതിയിലല്ലേ പറയാ. അതിനു മുമ്പ് ഞാനെങ്ങനെയാ ആ കാര്യം ഇവിടെ പറയാ? വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തു പോകണം. ഞങ്ങളാണ് വിശ്വാസികളോട് ഏറ്റവും കൂടുതലുള്ളത്. ഞങ്ങൾ അന്ന് കോടതി പറഞ്ഞ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയ കൈകൈകാര്യം ചെയ്തു. അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞ കൈകരുത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കില്ല. മാറ്റമില്ലാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മാറ്റം. വിശ്വാസികളുടെ താല്പര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ചപ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കാൻ കഴിയുള്ളൂ. എല്ലാവരോടും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് സമന്വയം ഉണ്ടാക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ അവധാനതയോടുകൂടി ചർച്ച ചെയ്ത് പരിഹാരം കാണാനാണ് ഇടതുപക്ഷം ശ്രമിക്കുക. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് സഹായകരമായൊരു തീരുമാനവും LDFിൻ്റെ ഭാഗത്തുണ്ടാവില്ല. യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തുമെന്ന പ്രതീക്ഷയാണ് NSSനുള്ളത്. നിലപാട് മാറിയെന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളത് അന്വേഷിച്ചിട്ടുമില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഉണ്ടായില്ല. അല്ലാതെ അത് ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSSല്ലേ ഉള്ളൂ. ഇതിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. ഗവൺമെന്റുകൾ പോലും ഇടപെട്ടിട്ടില്ല. NSS ആ കേസ് കൊടുത്തിരിക്കുന്നു. പിന്നീട് കോടതി തന്നെ പറഞ്ഞു ഇതുപോലുള്ള സംഘടനകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പശ്ചാത്തലം എന്താണ്? യുവതീ പ്രവേശന വിധിയുടെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം റിപ്പോർട്ടർമാർ ചേരുകയാണ്. റഹീസ് റഷീദുണ്ട്, ജെയ്സൺ ചാമോളപ്പനുണ്ട്, ശരത് SS ഉണ്ട്. റഹീസിലേക്ക് പോകാം. റഹീസ്, സർക്കാർ ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട്. നിലപാട് തിരുത്തുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് പലരും. ഇത് നോക്കൂ, ഇപ്പോ A വിജയരാഘവൻ പറയുകയാണ് നിയമം നോക്കേണ്ടതുണ്ട്, നിയമപരമായ നിലപാട് നോക്കേണ്ടതുണ്ട്, ഒപ്പം വിശ്വാസികളുടെ നിലപാട് നോക്കേണ്ടതുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന ഏറ്റവും വലിയ വിമർശനം ഒരു ഭാഗത്തു നിന്ന് രൂക്ഷമായി കേട്ടൊരു സർക്കാർ സ്വാഭാവികമായ നിലപാട് തിരുത്തലിലേക്ക് കടക്കുകയാണോ? മധു, അങ്ങനെ നമ്മൾ കരുതേണ്ടി വരും. സംസ്ഥാന സർക്കാർ NSS അടക്കമുള്ള മതസംഘടനകളോട് അടുത്ത കാലത്തെടുത്ത നിലപാടും മാറ്റമല്ലാതെ എന്തുണ്ട്, മാറ്റം മാത്രമേ ഉള്ളൂ എന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മുൻ നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്ന ഒരു നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. ഒപ്പം ദേവസ്വം ബോർഡും ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് യുവതീ പ്രവേശനത്തിന് എതിരായ നിലപാടായിരുന്നു സ്വീകരിച്ചതെങ്കിലും 2019 പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ യുവതീ പ്രവേശനത്തിന് അനുകൂലമെന്ന സംസ്ഥാന സർക്കാർ നിലപാടിനൊപ്പം ആ നിലപാടിലേക്ക് ദേവസ്വം ബോർഡും മാറുന്ന കാഴ്ച കണ്ടിരുന്നു. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റിയാൽ ദേവസ്വം ബോർഡും സ്വാഭാവികമായും നിലപാട് മാറ്റും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ഏത് ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ നിലപാട് പറയേണ്ടി വരും എന്നതാണ് പ്രസക്തമായ കാര്യം. നാളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ആ 3 അംഗ ബെഞ്ച് 9 അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുകയായിരിക്കും ചെയ്യുക. ഒപ്പം ഇനി എപ്പോൾ വാദം കേൾക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകും. നേരത്തെ 9 അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുകയും വാദം കേൾക്കൽ നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് കോവിഡ് വന്നത്. അന്നത്തെ 9 അംഗ വിശാല ബെഞ്ചിൽ റിട്ടയർ ആകാൻ ഇനി ബാക്കിയുള്ളത് ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മെയ് 16 മധ്യവേനൽ അവധിക്ക് വേണ്ടി സുപ്രീം കോടതി അടയ്ക്കും. പിന്നീട് ജൂലൈയിൽ മാത്രമാണ് തുറക്കുക. അതിന് മുമ്പായി മാർച്ച് മാസം 3-ാം വാരമോ ഏപ്രിൽ മാസം ആദ്യ വാരമോ വാദം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും എന്നാണ് വിധി വരുമ്പോൾ സാഹചര്യമല്ല, നമുക്കറിയാവുന്നതാണ്. നോക്കൂ, സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. വലിയ പോര് ഇപ്പോൾ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിൽ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഡെമോക്രസിന്റെ വാൾ പോലെയാണ്.
ഉറപ്പായും ഈ വാദം നടക്കുന്ന സമയമെന്ന് പറയുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും സർക്കാരിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. മുൻ നിലപാടിൽ ഉറച്ചു നിന്നാൽ, അതായത് യുവതികൾ ശബരിമലയിൽ കയറട്ടെ എന്ന നിലവിലുള്ള നിലപാടിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിന്നാൽ അത് വലിയ രാഷ്ട്രീയ ആയുധമാകും. അതല്ല, മുൻ നിലപാടിൽ നിന്നും മാറുകയാണെങ്കിലും അത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് കാരണമാകും. കാരണം ആ സമയത്ത് സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ യുവതികളെ ശബരിമല സന്നിധാനത്തെത്തിക്കാൻ നിർണായക നീക്കം അന്നത്തെ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. സ്വാഭാവികമായും അതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അതും ചർച്ചയാകും. പക്ഷേ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കുമ്പോൾ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് എന്ന് അവർ പറയുന്നുണ്ട്. അന്ന് സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ അത് നടപ്പിലാക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരിന്റെ കടമയാണ്. അതുകൊണ്ട് അന്ന് നടപ്പിലാക്കി. പിന്നീട് അതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോയി. ഇതുവരെ അതിനുശേഷം അന്ന് ആ വിധിക്ക് പിന്നാലെ 2 യുവതികൾ കയറിയതൊഴിച്ചാൽ പിന്നീട് ഒരു യുവതികൾ കയറിയിട്ടുമില്ല, കയറാനുള്ള ശ്രമവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ ശബരിമലയിൽ യുവതികൾ പ്രവേശനത്തെ എതിർക്കും എന്ന കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്. ജേസൺ ചാമോളപ്പിലേക്ക് പോകാം. MV ഗോവിന്ദൻ മാഷും അതിനോടൊപ്പം തന്നെ A വിജയരാഘവനും നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ജേസൺ കൗതുകമുള്ള പ്രതികരണമാണ്. മാറ്റമില്ലാത്തത് എന്തുണ്ടത് മാറ്റം മാത്രമാണ് എന്ന് MV ഗോവിന്ദൻ പറയുന്നു. അതിന് തൊട്ട് മുമ്പ് ഈ കാര്യം പറയേണ്ടത് ഞാനല്ല, പാർട്ടിയല്ലല്ലോ സർക്കാരല്ലേ എന്ന് പറയുമ്പോൾ പോലും പക്ഷേ A വിജയരാഘവൻ വളരെ പക്വമായി, വളരെ പക്വമായി, വളരെ ആലോചിച്ചുള്ളൊരു പ്രതികരണം നടത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്, ഒപ്പം വിശ്വാസപരമായ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളത്. മാധു, ഒരു കാര്യം വ്യക്തമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഘടകമാണ് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന. ആ പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളാണ് ഇത് സംബന്ധിച്ച് വളരെ വ്യക്തതയോടുകൂടി മറുപടി പറഞ്ഞിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ CPM പുറകോട്ട് പോയി എന്ന നിലപാട് പറയാതെ പറയുകയാണ് A വിജയരാഘവൻ. വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, വിശ്വാസികളുടെ ആശങ്കകൾ പരിഹരിക്കണം, വിശ്വാസികളും വിവിധ ഹൈന്ദവ സംഘടനകളുമായുള്ള ചർച്ചകൾ അത്തരത്തിലൊരു സമവായത്തിലൂടെ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് സത്യത്തിൽ A വിജയരാഘവൻ. ഒരു കാലത്ത് കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് വരെ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു അഭിപ്രായം പറയാൻ ഒരു ആശങ്കയും അവർക്കുണ്ടായിരുന്നില്ല. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഒരൊറ്റ നിലപാട് CPMനുണ്ടായിരുന്നുള്ളൂ: സ്ത്രീകൾ ശബരിമലയിൽ കയറണമെന്ന നിലപാട്. അത്തരത്തിലൊരു നിലപാടിൽ എന്നാണ് മാറ്റം വന്നതെന്നാണ് പരിശോധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്ന മാറിയ രാഷ്ട്രീയ സാഹചര്യം, ഭൂരിപക്ഷ സംഘടനകളുമായി CPM പുലർത്തുന്ന ഐക്യം, ചെങ്ങാത്തം, ഇതെല്ലാം മുന്നിൽ കണ്ടുവേണം വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM പതുക്കെ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്ന് MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ മാറ്റമില്ലാത്തത് ഒന്നുമില്ല എന്ന് പറഞ്ഞ പ്രസ്താവനയിലും അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു സമവായ ചർച്ച അനിവാര്യമാണെന്ന നിലപാടിലേക്ക് A വിജയരാഘവൻ എത്തിയ ആ കാര്യത്തിൽ ഇങ്ങനെ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ CPM ഏത് നിലപാടാണോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും വെച്ച് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിരുന്നത്, അതിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. NSSനും SNDPയും ഈ അടുത്ത കാലത്തുണ്ടാക്കിയ ചങ്ങാത്തം അതിന് വലിയ ഉദാഹരണമാണ്. അതിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് വരും ദിവസങ്ങളിൽ CPM മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനകൾ നൽകുന്നതാണ് ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവും നടത്തിയ പ്രസ്താവന. ഒരു കാര്യം വ്യക്തമാണ്: വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ കേസെടുക്കുമ്പോൾ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുക കൂടി ചെയ്യുന്നു അവർ. ശരി, മാറ്റത്തിന്റെ കൃത്യമായ സൂചനകൾ നൽകുകയാണ്. ഞങ്ങളുടെ നിലപാട് മാറി എന്നതിനപ്പുറത്ത് മാറ്റത്തെ പ്രപഞ്ചഗതിക്കൊപ്പം വിടുന്നു എന്നുള്ള പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അങ്ങനെ തന്നെയാണ് വായിച്ചെടുക്കാൻ പറ്റുകയും ചെയ്തത്. SS ശരത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരത്, NSS വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ഈ ആഗോള അയ്യപ്പ സംഗമം ഒക്കെ കഴിഞ്ഞതിന് ശേഷം സർക്കാർ നൽകുന്ന പിന്തുണ, സർക്കാർ അത് ഈ ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്തു എന്നതുകൂടി, സർക്കാരിന് വേണമെങ്കിൽ യുവതികളെ പ്രവേശിപ്പിക്കാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല സർക്കാർ എന്നതുപോലും അന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് NSS. മാധു, അതുതന്നെയാണ്, മാറ്റം പ്രതീക്ഷിക്കുകയാണ് NSS. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം NSSനെ കൂടെ നിർത്താനും NSSുമായി കൂടുതൽ അടുക്കാനും CPMനും സർക്കാരിനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല യുവതീ പ്രവേശനത്തിലും സർക്കാർ ആ ഒരു നിലപാട്
സ്വീകരിക്കുമെന്നതിന് പ്രതീക്ഷയിൽ തന്നെയാണ് NSS ഉള്ളത്. അതായത് രാവന്തിയോളം വെള്ളം കോരിയ ശേഷം വൈകിട്ട് കല മുടക്കില്ല CPM-ഓ സർക്കാരോ എന്ന പ്രതീക്ഷ എന്തായാലും NSS ജനറൽ സെക്രട്ടറി ഇന്ന് പങ്കുവെക്കുകയും ചെയ്യുകയുണ്ടായി. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തും എന്ന പ്രതീക്ഷയുണ്ട്, നിലപാട് തിരുത്തണമെന്ന ആഗ്രഹമുണ്ട്. ഈ കേസുമായി പോയത് NSS മാത്രമാണ്, മറ്റു രാഷ്ട്രീയ പാർട്ടികളോ സർക്കാരോ ഈ കേസിൽ ഇടപെട്ടിട്ടില്ല, കക്ഷി ചേർന്നിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. മാത്രമല്ല സർക്കാർ ആദ്യഘട്ടത്തിൽ കേസിൽ എതിർപ്പ്, അതായത് ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് കോടതിയിൽ ഈ കേസ് നിൽക്കെ തന്നെ യുവതീ പ്രവേശനത്തെ അലിഖിതമായി സർക്കാർ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ തുടക്കത്തിലുള്ള നിലപാട് മാറ്റിയെന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും ഇത്തരത്തിലൊരു നിലപാട് തിരുത്തുന്ന സമീപനം സർക്കാരിൽ നിന്നുണ്ടായി എന്നടക്കം ഇപ്പോൾ സുകുമാരൻ നായർ എന്തായാലും പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ സുകുമാരൻ നായരും NSS-ഉം സർക്കാർ നിലപാട് മാറ്റുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം സർക്കാരിനെയും തള്ളിപ്പറയാൻ സുകുമാരൻ നായർ തയ്യാറായിട്ടില്ല. നേരത്തെ ഉണ്ടായ നിലപാട് ആ ഘട്ടത്തിൽ അത് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ സർക്കാർ നിലപാട് തിരുത്തുമെന്ന പ്രതീക്ഷ എന്തായാലും സുകുമാരൻ നായർ ഇന്നിപ്പോൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരിനുള്ള ആക്ഷേപം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണ അറിയിച്ചിരുന്നെങ്കിലും പോലും പിന്നീട് ഒരു തരത്തിലുള്ള ഇടപെടലും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് സുകുമാരൻ നായർ പറഞ്ഞത്. ഒപ്പം സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അത് ഇത്തരത്തിൽ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പ്രതികരിക്കുകയും ചെയ്തത്. ശരി, SS ശരത്തും ജേസൺ ചാമോളപ്പിലും റഹീസ് റഷീദുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അതിനിർണായകമായ ഒരു തീരുമാനം, സർക്കാരിന് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സത്യവാങ്മൂലത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ഇനി മറ്റൊരു